നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ വാപ്പസാന. വാപ്പസാന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. ടീക്കെ, തിരിച്ചു വരിക എന്നാണ് വാപ്പസാന എന്നർത്ഥം. വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് എന്നാണ് അർത്ഥം. ടീക്കെ, വാപ്പസ് തിരിച്ച്. അപ്പോൾ നമുക്ക് പറയാം മുझे വാപ്പസ് കോൾ കറോ. മുझे വാപ്പസ് കോൾ കറോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ തിരിച്ച് വിളിക്കൂ എന്നാണ് അർത്ഥം. ടീക്കെ, മുझे വാപ്പസ് കോൾ കറോ എന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ച് വിളിക്ക്. ടീക്കെ, മുझे വാപ്പസ് കോൾ കറോ. ഭായി മുझे വാപ്പസ് കോൾ കറോ എന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ച് വിളിക്ക്. ടീക്കെ, വോ വാപ്പസ് ആയാ ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ തിരിച്ചു വന്നോ എന്നാണ്. ടീക്കെ, വോ വാപ്പസ് ആയാ ക്യാ എന്ന് വെച്ചാൽ അവൻ തിരിച്ച് വന്നോ. ടീക്കെ, വോ വാപ്പസ് ചലാ ഗയാ. വോ വാപ്പസ് ചലാ ഗയാ എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ച് പോയി. വോ വാപ്പസ് ചലാ ഗയാ, അവൻ തിരിച്ച് പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ തിരിച്ച് പോയി. വോ വാപ്പസ് ചലാ ഗയാ, അവൻ തിരിച്ച് പോയി. വോ വാപ്പസ് ചലി ഗയി, ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അവൾ തിരിച്ച് പോയി. വോ വാപ്പസ് ചലി ഗയി എന്ന് പറഞ്ഞാൽ അവൾ തിരിച്ച് പോയി. വോ വാപ്പസ് ചലി ഗയി, അവൾ തിരിച്ച് പോയി. വോ വാപ്പസ് ചലാ ഗയാ, അവൻ തിരിച്ച് പോയി. വോ വാപ്പസ് ചലി ഗയി എന്ന് പറഞ്ഞാൽ അവൾ തിരിച്ച് പോയി. ടീക്കെ, വോ വാപ്പസ് ആയാ ഗയാ. വോ വാപ്പസ് ആയാ ഗയാ എന്ന് പറഞ്ഞതാണ് അവൻ തിരിച്ച് വന്നിനോ. വോ വാപ്പസ് ആയാ ക്യാ ഭായി, വോ വാപ്പസ് ആയാ ക്യാ എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ച് വന്നിനോ. വോ വാപ്പസ് ആയാ ക്യാ ഭായി, വോ വാപ്പസ് ആയാ ക്യാ പത്താ എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ച് വന്നോ. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. സച്ച് മേ. സച്ച് മേ എന്ന് പറഞ്ഞത് സത്യത്തിൽ. സത്യമേ, സച്ച് മേ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ. സച്ച് മേ, സത്യത്തിൽ. സച്ച് മേ ഓർത്ത് നോക്കാം. സച്ച് മേ, സത്യത്തിൽ. സച്ച് മേ ചല ഗയാ താ, സത്യത്തിൽ പോയിട്ടുണ്ടായിരുന്നു. സച്ച് മേ ചല ഗയാ താ എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും പോയിട്ടുണ്ടായിരുന്നു. സച്ച് മേ ചല ഗയാ താ. അടുത്ത നമുക്ക് നോക്കാം. വ സച്ച് മേ വഹാ നഹീ താ. അവൻ സത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. വ സച്ച് മേ വഹാ നഹീ താ എന്ന് പറഞ്ഞാൽ അവൻ സത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അവളെക്കുറിച്ചാണ് പറയാം. അപ്പം ഇങ്ങനെ പറയും, വ സച്ച് മേ വഹാ നഹീ തി ഭായി. വോ സച്ച് മേ ബता रहा हूं ना, वो सच में वहाँ नहीं थी. ठीक है, क्या सच में तू जा रहा है എന്ന് വെച്ചാൽ സത്യം പറ, നീ പോവുകയാണോ. ക്യാ സച്ച് മേ തൂ ജാ രഹേ ഹേ, തൂ ജാ രഹാ ഹേ. ठीक है, അപ്പോൾ സത്യമായിട്ട് നീ പോവുകയാണോ. സച്ച് മേ തൂ ജാ രഹാ ഹേ. ठीक है, സത്യമായിട്ടും നീ പോവുകയാണ്. ഭായി സച്ച് മേ തൂ ജാ രഹാ ഹേ എന്നിങ്ങനെ ചോദിക്കും നമുക്ക്. നീ സത്യമായിട്ടും പോവുകയാണോ. ഭായി സച്ച് മേ മേ ജാ രഹാ ഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമായിട്ടും പോവുകയാണ്. നമ്മളെന്താ പറയുക, ഭായി മേ സച്ച് മേ ജാ രഹാ ഹൂം. ठीक है, സച്ച് മേ മുझे മൻ കർ രഹാ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മൻ കർണ എന്ന് പറഞ്ഞാൽ മൻ കർ രഹാ ഹേ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ സച്ച് മേ മുझे മൻ കർ രഹാ ഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് ആഗ്രഹമുണ്ട്. സച്ച് മേ മേരാ മൻ കർ രഹാ ഹേ. ठीक है, മുझे മൻ കർ രഹാ ഹേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സച്ച് മേ മുझे മൻ കർ രഹി ഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സത്യമായിട്ട് ഭായി ആഗ്രഹിക്കുന്നു. ठीक है, അടുത്തതാണ് ദേർ. ദേർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവുന്നില്ല. സോറി, ദേർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവുക അല്ലേ. മുझे ദേർ ഹോ രഹി ഹേ. എന്തുകൊണ്ട് ദേർ ഹോ രഹി ഹേ എന്ന് പറഞ്ഞു? ഇപ്പം ഞാനല്ലേ പറയുന്നത്. അപ്പം പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കണം. ഓക്കെ, അതൊരു സ്ത്രീ ആയാലും അതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും മുझे ദേർ ഹോ രഹി ഹേ എന്ന് പറയണം. എന്തുകൊണ്ടാണ് പറയുന്നത്? ദേർ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അതൊന്നും ഒരു സ്ത്രീലിംഗമാണ്. ഓക്കെ, അപ്പം എങ്ങനെ പറയണം? മുझे ദേർ ഹോ രഹി ഹേ എന്ന് പറയണം. ഓക്കെ, മുझे ദേർ ഹോ രഹി ഹേ. അപ്പം എങ്ങനെ പറയും? ഞാൻ ലേറ്റ് ആവുകയാണ്. ഭായി മുझे ദേർ ഹോ രഹി ഹേ, മുझे ദേരി ഹോ രഹി ഹേ. ठीक है എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മുझे ദേർ ഹോ രഹി ഹേ, ഞാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും നമ്മൾ? മുझे ദേർ ഹോ രഹി ഹേ. ഓക്കെ, മുझे ദേർ ഹോ രഹി ഹേ. ഭായി ലേറ്റ് നാ ഹോന, അല്ലെങ്കിൽ ദേർ നാ ഹോന എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവരുത് എന്നാണ് അർത്ഥം. ठीक है, ദേർ നാ ഹോന അല്ലെങ്കിൽ ദേർ നാ ഹോന അല്ലെങ്കിൽ ദേർ നാ ഹോന അല്ലെങ്കിൽ ലേറ്റ് നാ ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭായി ലേറ്റ് ആവരുത് എന്നാണ് അർത്ഥം. അപ്പം എന്താ നമ്മൾ പഠിച്ചു? देर. ठीक है भाई, लेट नहीं होना. ठीक है, देर में
ദേർ നെഹി ഹോന എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവരുത്. ടീക്കെ. അടുത്ത നമുക്ക് നോക്കാം ദേർ തക്ക് നെഹി ബൈഠന. ദേർ തക്ക് നെഹി ബൈഠന എന്ന് പറഞ്ഞതാണ് അധികം 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 ഇരിക്കരുത് അങ്ങനെ പറയും നമ്മൾ. ദേർ തക്ക് നെഹി ബൈഠന എന്ന് പറയും. ടീക്കെ. ദേർ തക്ക് നെഹി ബൈഠന, അധികം ഇരിക്കരുത്. ബൈ ദേർ തക്ക് നെഹി ബൈഠന. ടീക്കെ. ഫിർ ഭി തും ബൈ ദേർ ഹോ ഗയ. ദേർ ഹോ ഗയ എന്ന് പറഞ്ഞാൽ ബൈ ദേർ ഹോ ഗയി, സോറി. ടീക്കെ. ദേർ ഹോ ഗയി. ടീക്കെ. അപ്പം എന്തായി, നീ വീണ്ടും ലേറ്റ് ആയി എന്നാണ് അർത്ഥം. ടീക്കെ. അടുത്ത നമുക്ക് നോക്കാം ഫിർ ഭി. ടീക്കെ. ഫിർ ഭി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിട്ടും എന്നാണ് അർത്ഥം. ടീക്കെ. ഫിർ ഭി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിട്ടും എന്നാണ് അർത്ഥം. ടീക്കെ. അപ്പം എന്താണ് ഫിർ ഭി വോ നെഹി ആയ, എന്നിട്ടും അവൻ വന്നില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് ബൈ ഞാൻ എത്ര അവനോട് സംസാരിച്ചു അല്ലേ, എത്ര സംസാരിച്ചു. ഫിർ ഭി വോ നെഹി ആയ ബൈ, എന്നിട്ടും എന്നാണ് അർത്ഥം. അപ്പം എന്തായി ഫിർ ഭി എന്ന് പറഞ്ഞാൽ എന്നിട്ടും. ഓക്കെ. അപ്പോൾ ഫിർ ഭി വോ നെഹി ആയ, ഞാൻ मैंने इतनी बार उसको റിക്വസ്റ്റ് किया, ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്തു. വോ നെഹി ആയി എന്ന് പറഞ്ഞാൽ അവൾ വന്നില്ല. मैं इतनी बार रिक्वेस्ट किया, ठीक है, बात की थी, ठीक है, फिर भी वो नहीं आई, അവൾ എന്നിട്ടും വന്നില്ല. ठीक है. അപ്പം ഇങ്ങനെ പറയും, मैंने बार बार बात की, ठीक है, ഞാൻ പല പ്രാവശ്യം അവളോട് സംസാരിച്ചു. मैंने बार बार बात की, ठीक है, मैंने बार बार बात की, फिर भी वो नहीं आई, എന്നിട്ടും അവൾ വന്നില്ല. ठीक है. ഫിർ ബി എന്നിട്ടും എന്നാണ് അർത്ഥം. അപ്പം എന്തായി ഫിർ ബി. ഓക്കെ. ഫിർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിട്ടും എന്നാണ് അർത്ഥം. ठीक है. നമ്മളിന്ന് ഒരു 5-8 വേർഡ്സ് പഠിച്ചു. അതുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുറേ സെൻറ്റൻസുകൾ പഠിച്ചു. ഓക്കെ. ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തു. നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.